ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് വാക്കട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഉമ്മയും വാപ്പയും രാവിലെ പോകാറുണ്ട്, അപ്പോൾ ഞാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ വാക്കട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ കാര്യമൊന്നുമല്ല, നനയ്ക്കാനാണ് കേട്ടോ. കുറേ കാപ്പി അതുപോലെ തന്നെ തെങ്ങ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ വെള്ളം നനയ്ക്കാനാണ് ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞാനും ഒഴിക്കാൻ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ ഈ കുമ്പളത്തിൻ്റെ വള്ളിയും എല്ലാതും ഇങ്ങനെ പടർന്ന് പോവുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു തെങ്ങിൻ്റെ അതിലിങ്ങനെ ചുറ്റി നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വേറെടുത്തിട്ട് താഴെ ആക്കിയിട്ടുണ്ട്. പിന്നെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, ഇവിടെ ഒരു ചെറിയൊരു പശു പ്രസവിച്ചിട്ടുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ വേഗം തന്നെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വന്നപ്പോൾ കുറച്ചൊക്കെ വലുതായിട്ടുണ്ട് കേട്ടോ, ചെറുത് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിനെ. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെ തൊടുന്നത്, പക്ഷെ ഇതിനെ ഞാൻ തൊട്ടിട്ടുണ്ടായിരുന്നില്ല. അതേമാതിരി വേറൊരു പശു ആയിരുന്നു കേട്ടോ. എനിക്ക് ഫസ്റ്റൊക്കെ പേടിയുണ്ടായിരുന്നു തൊടാൻ, എന്തേലും കാട്ടുമെന്നില്ല കേട്ടോ. പിന്നെ അങ്ങോട്ട് കുഴപ്പമില്ലാതായി, ഞാൻ തൊട്ടു. ഭയങ്കര രസമുണ്ട് കേട്ടോ എനിക്ക് കാണാനായിട്ട്, നല്ല ക്യൂട്ടായിട്ട് രണ്ടെണ്ണം. അങ്ങനെ പിന്നെ അതിൻ്റെ ഒപ്പം കുറേ നേരം നിന്ന് ഞാൻ ലാസ്റ്റ് കയ്യിലാക്കി അതിനെ കുറേ തൊട്ടിട്ടുണ്ടായിരുന്നു. പാവമാണ് കേട്ടോ ആള്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 4 പശുവാണ്, 2 വലുതും പിന്നെ 2 ചെറുതാണ്. പിന്നെ ഞാൻ അവിടുന്ന് നേരെ കുറച്ച് പോയാൽ തന്നെ അവിടെ ഒരു പുഴ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അവിടേക്ക് പുഴയിലേക്ക് പോകാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ പുഴ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു പുഴ ഉണ്ടെന്ന് അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. പാലം വരുന്നുണ്ട്, അപ്പോൾ പിന്നെ തോടുമാരിയായിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പുഴയ്ക്ക് ഇറങ്ങുന്നില്ല എന്ന് കരുതിയതാണ്. വെള്ളം കണ്ട പിന്നെ ഞാൻ നിൽക്കില്ല കേട്ടോ, ഞാൻ അപ്പം തന്നെ ചാടി. ഞാൻ പിന്നെ ഫുള്ള് നനഞ്ഞിട്ടാണ് പിന്നെ കയറിയതും. ആഴമൊന്നുമില്ല കേട്ടോ, ആഴമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവിടെയൊക്കെ പാകത്തിനുള്ള വെള്ളം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് അക്കരെ എത്തി ഞാൻ ഫുള്ള് നനഞ്ഞു കേട്ടോ, പാൻറ്റൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കാലൊക്കെ കഴുകി ഞങ്ങൾ നേരെ അവിടുന്ന് തിരിച്ചു കേട്ടോ. നനഞ്ഞതുകൊണ്ട് തോന്നുന്നു ഇരിക്കാനൊന്നും വയ്ക്കുന്നേ ഇല്ല, കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല തണുപ്പില്ല വെള്ളമായിരുന്നു കേട്ടോ. അപ്പം വണ്ടി ഫുള്ള് വെള്ളമായിട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് തിരിച്ച് പോവാണ് വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ ഈ ഒരു പാലം കണ്ടില്ല, ഈ ഒരു വഴി ഞാൻ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഈ വഴി വന്നപ്പോഴാണ് ഇവിടെ ഒരു പുഴ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ കുറേ പോകണം കേട്ടോ ടൗണിലേക്ക്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടെ ഈ ഒരു നെൽകൃഷി ചെയ്യുന്നൊരു പാടം കണ്ടിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. കുറേ മീനുകളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങുകയൊന്നും ചെയ്തില്ല, നനഞ്ഞ കാരണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക.